കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ എന്നോ പട്ടം പറക്കണ കണ്ടിട്ടുണ്ട്. അപ്പം മുതൽ അതുപോലെ ഒന്ന് പട്ടം പറപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തോ ഇന്ന് വരെ അങ്ങനെ ഒന്ന് പട്ടം പറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ടൗണിൽ പോയപ്പോൾ പട്ടക്കായനെ കണ്ടപ്പോൾ ഞങ്ങളും വാങ്ങി 2 പട്ടം. ഇത്ര നേരവും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. മഴ കഴിയണത് വരെ ചെവിക്ക് ഒരു സ്വൈര്യവും കിട്ടിയിട്ടില്ല. പട്ടം പറപ്പിക്കണ്ടേന്ന്. പെയ്യാൻ ആ മഴയ്ക്കൊരു സ്വൈര്യവും കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മഴ കഴിഞ്ഞ പാടെ തന്നെ ഞങ്ങളിതാ വയലിൽ പോവാണ്. പട്ടം എന്തായാലും ഗംഭീരാണ് കേട്ടോ. 100 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. കൊടയുടെ ശീലയില്ലേ, അതുകൊണ്ടാണ് ഈ പട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് മൂങ്ങയും ഒന്ന് പരുന്തുമാണ്. അനിയൻ എന്തായാലും ഒന്നും നോക്കിയില്ല, മൂങ്ങേനെടുത്തു. ഏട്ടൻ പരുന്തും. എല്ലാവർക്കും റെഡിയല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് വയലിൽ പട്ടം പറപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പട്ടം പറപ്പിക്കുന്ന കാണാം. ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ കൂടെ പോകുമ്പോ ഒരു ചേട്ടൻ പട്ടം പറക്കുന്ന കണ്ടു. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 പട്ടം മേടിച്ചു. ഇത് പരുന്തും എന്താ എൻ്റെ അനിയൻ്റെ കയ്യിലിരിക്കുന്ന മൂങ്ങയുമാണ് കേട്ടോ. അവൻ്റെ ഇത് പറക്കുന്നുണ്ട്, എൻ്റെ ഇത് പറക്കുന്നില്ല. കാരണം എൻ്റെ ഇത് ഞാൻ തിരിഞ്ഞു വാങ്ങാൻ കളിക്കുക. അപ്പോൾ നമുക്ക് പറക്കി നോക്കാം കേട്ടോ. മുങ്ങച്ചേട്ടാ പതിവ് പോലെ തന്നെ പട്ടം ഒട്ടും പറക്കുന്നില്ല. കാറ്റില്ലാതെ പട്ടം പറക്കില്ലെന്ന് ഇറങ്ങണ നേരത്ത് അവിടുന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളവിടെ കേൾക്കാൻ വാങ്ങിയ സാധനം ഞങ്ങൾക്ക് അപ്പം ഉപയോഗിക്കണം. പട്ടാണെങ്കിലും പടക്കാണെങ്കിലും. ഇതിപ്പോൾ പറക്കാത്ത പട്ടവും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഇത് കണ്ടാൽ കാർന്നോമാർ പറയും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നുള്ളത്. സത്യത്തിൽ അതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. ടാറ്റാ.